രാത്രി 11 മണിക്ക് ട്രെയിനും കയറി പോണത് നമ്മൾ കോഴിക്കോട്ടേക്ക് എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ഫുഡ് തന്നെയാണല്ലോ നമ്മളെ മെയിൻ. അങ്ങനെ ട്രെയിൻ ഇറങ്ങി നേരെ പാളയത്തേക്ക് വെച്ച് പിടിപ്പിച്ചു. പാളയത്തേക്ക് നടത്താണ് ഒരുത്തത് ഫോണും വിളിച്ചങ്ങനെ നടക്കണ്, മറ്റേ രണ്ടുള്ളതാ പോണ്. അങ്ങനെ മിഠായി തെരുവോടി നടന്ന് നേരെ ആകെ 5 മിനിറ്റ് നടന്നാൽ മതി. നടന്ന് അങ്ങനെ 1.5 കിലോമീറ്റർ നടന്ന് നേരെ നമ്മളെ സിറ്റി ഹോട്ടലെത്തി. പിന്നെ ഒരേ വെയിറ്റിങ്. നമ്മളെ സിറ്റി ഹോട്ടലിൽ നല്ല അടിപൊളി ബട്ടർ ചിക്കനും വെള്ളപ്പം, ചൂട് വെള്ളപ്പം, ബട്ടർ ചിക്കൻ. അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് എന്നിട്ടൊന്നും വരുന്നില്ല. അപ്പോഴാണ് അവൻ്റെ നല്ല അടിപൊളി പെർഫോമൻസ്. നമ്മൾ എത്ര സ്പീഡിലാണ് 2 മിനിറ്റിലാണ് ഓരോ ബട്ടർ ചിക്കൻ അടിച്ചിരുന്നത്. അത് നോക്കിയിരുന്നായിരുന്നു ഒരുപാട് നേരം. എന്നിട്ടൊന്നും ബട്ടർ ചിക്കൻ വരുന്നില്ല. അതാ അപ്പോഴാണ് നമ്മളെ വെള്ളപ്പം, നല്ല ചൂട് വെള്ളപ്പം ചുറ്റോടെ മുകളിൽ വെച്ച് കാണും. അങ്ങനെ മേലെ നേരെ ടേബിളും എത്തി. എന്നിട്ടൊന്നും നമ്മൾ ബട്ടർ ചിക്കൻ എത്തിയിട്ടില്ല. പിന്നെ ബട്ടർ ചിക്കൻ വരാനല്ലേ കാത്തിരിക്കും. അതാ അങ്ങനെ അവസാനം നമ്മൾ ബട്ടർ ചിക്കൻ എത്തി. ബട്ടർ ചിക്കൻ കാണാൻ തന്നെ രസമാണ്. കാണാൻ മാത്രമല്ല, തിന്നാൻ രസമുണ്ട്. എല്ലാവരും അതിൻ്റെ രസം നോക്കിയിട്ട് ബട്ടർ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിലും നല്ല ടേസ്റ്റ്. നല്ല ക്രീം ഇറങ്ങി, നല്ല നെയ്യ് ഇറങ്ങി, അടിപൊളി സാധനം, ഒരു രക്ഷയും. അങ്ങനെ 10-23 വെള്ളപ്പം ഒരു ഫുള്ള് ബട്ടർ ചിക്കൻ അടിച്ച് നേരെ നടന്നു. ബീച്ചിൽ 1 കിലോമീറ്റർ ഉള്ള നടന്ന് 3-4 കിലോമീറ്റർ നടന്ന് നേരെ ബീച്ചിക്ക്. അങ്ങനെ രാത്രി 3 മണിയപ്പോൾ 3-3:30 റിട്ടേൺ. കോഴിക്കോട് സ്റ്റേഷനിൽ കൂടി ഉറക്കം വന്ന് നടത്താണത്.